ഹലോ, കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. 2 മൂടാണ് എൻ്റെ മുറ്റത്തുള്ളത്. അതിൽ ഒരു 10-50 അല്ല, ഒരെണ്ണത്തേലുണ്ട്. പക്ഷേ ഈ രണ്ടത്തെ മഴ കൂടുതൽ കൊണ്ട് എല്ലാം പോയി. ഇതാണ്ട് ഇപ്പം 2 കായായിട്ടുണ്ട്. ഇപ്പം 10-20 ദിവസം ആയതാ. ഇതുണ്ട്, ഇതുപോലെ ഇഷ്ടം പോലെ നിറയെ പൂ വിരിഞ്ഞ് വരുന്നുണ്ട്. ഇതുണ്ട് ഉണ്ട് കുറേ. ഇത് കണ്ടോ, കുഞ്ഞ് ഇതാ പൂവാകാനായിട്ട് ഒരുപാടുണ്ട്, ആയി വരുന്നുണ്ട്. കസ്തൂരി മഞ്ഞളും കരിമഞ്ഞളും കാന്താരി, കുറച്ച് ബന്ദി, അണ്ട ചേമ്പ് നിൽക്കണ കണ്ടോ, വാഴയുണ്ട്. അങ്ങനെ എല്ലാം കുറേശ്ശെ ഉണ്ട്. അതന്നെ ഒക്കെ ചേമ്പ്. ഇത് കണ്ടോ, മറ്റേ കരിമഞ്ഞളും. കരിമഞ്ഞളുണ്ട്, കയ്യോന്നിയുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കയ്യോന്നിയുണ്ട്. ഇതാ കപ്പയുണ്ട്. 3-4 മൂട് കപ്പ ഇവിടെ. അങ്ങനെ കൃഷി ഇതായിട്ടൊന്നുമില്ല, എല്ലാം തിരിഞ്ഞും മറിഞ്ഞും എല്ലാം ഒന്നിച്ചൊന്നിച്ച് നട്ടേക്കുന്നത് കേട്ടോ. മാവുണ്ട്, മുരിങ്ങയുണ്ട്. ആ ചെടിയുടെ പേരൊന്നും അറിയത്തില്ല, എന്തോന്ന്. ഇതാണ്ട് മറ്റേ നീലപ്പൂ, വയലറ്റ് പൂന്നാണ് ചെടി. ഉണ്ടോ നീലയമരി? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നീലയമരി ഉണ്ട്. മുറികൂട്ടിയുണ്ട്. കണ്ടോ, ആടലോടകം. മറ്റേ കസ്തൂരി മഞ്ഞളാണ്, ഈ ക്രീം കളറിൻ്റെ ഉണ്ട്. നമ്മുടെ മഞ്ഞളിൻ്റെ കളറില്ലയോ, സാധാ മഞ്ഞൾ, അതിൻ്റെ കളറുള്ളതും ഉണ്ട്. കയ്യൂന്നിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. ഒത്തിരിയും പറിച്ച് കളഞ്ഞതാണ് ഈ ഇടയിൽ മുറ്റത്ത് തെളിച്ചപ്പം. അയ്യോ, ഇന്നലെ പറിച്ചപ്പോൾ ഈ കൊക്കോ ഒന്നും കണ്ടില്ല. ഇന്ന് ഇതാണ്ട പഴുത്ത് കിടക്കുന്നു. പെണ്ണെ കിടക്ക്, പെണ്ണെ അറിഞ്ഞില്ലേ പെണ്ണെ? ഇത്തിരി കൂടെ ഉണ്ടല്ലേ, കാറ്റ് കയറുന്നുണ്ടാ. വരുമോ, ഞാൻ കച്ചി കൊണ്ടുവരാം. തുളസി ഉണ്ടോ? മുറ്റത്ത് 1 മൂട് കൈത. അടുത്ത പറമ്പിലും നമ്മുടെ ഇവിടെയൊക്കെ പറമ്പുകളിലുണ്ട്. പിന്നെ ഞാനിത് മുള്ളില്ലാത്ത കൈതയാണ്ടത് മുറ്റത്ത് കൊണ്ട് വെച്ചേക്കുന്നതാണ്. തുളസിയൊക്കെ ഇഷ്ടം പോലെ, എത്രയൊന്നും അല്ലായിരുന്നു, എല്ലാം പറിച്ച് കളഞ്ഞതാ കാട്. വേണ്ടോ, ഇതെന്ത് വാഴക്കൊലയാന്ന് പറയാമോ, വിളഞ്ഞു നിൽക്കും. കാ പൊട്ടിയോ? പൂജക്കദളി എന്ന് പറയില്ലേ, കദളി വാഴ. പെണ്ണേ സുന്ദരിയേ, ആ പുല്ല് മൊത്തം തിന്നില്ലേ? കൊണ്ടുതരാം, ഇത്തിരി കൊടുത്തരാം. ഞങ്ങളുടെ മുറ്റത്തുമൊക്കെ കൊക്കോയ കേട്ടോ. അതുകൊണ്ട് പഴുത്ത് കിടക്കുന്നത്. ഇതിലൊന്നും വലിയ കേടില്ലാണ്ട് പഴുത്ത കായ. ഇന്നലെ ഞാൻ പറിച്ചപ്പോൾ അത് കണ്ടില്ല. അതേണ്ടേ കഴിഞ്ഞ ദിവസം ആരോടോ ഈ ചീരയുടെ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. പിന്നെന്താ, ഇതുണ്ട് മുക്കുറ്റിയെ ഞങ്ങളുടെ മുറ്റത്ത്. മറ്റേ ഇതുണ്ട് പ്രോട്ടീൻ ചേമ്പ്. ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും. മറ്റേ ഇതിൻ്റെ താളും ഇലയും കൂടെ തോരൻ വയ്ക്കുന്ന സാധനമില്ലേ, മറ്റേ ചേമ്പ് പോലെ ചൊറിയൊന്നും ഇല്ലാത്ത. മഴ വരുന്നു, മഴ വരുന്നു. ഇവിടെ പോ കോഴിപ്പെണ്ണെ. കുറച്ച് ഇഞ്ചി, ഇഞ്ചി നടാനിരിക്കണതേ ഉള്ളൂ. ഞങ്ങളുടെ ആട്ടും കൂട് കണ്ടോ, ഈ കാറ്റത്ത് മൊത്തവും ഷീറ്റ് പറന്നു പോയാ.
മുട്ട കിട്ടോ പെണ്ണേ? ആട്ടുംകൂടിൻ്റെ കീഴിൽ കയറി പെണ്ണ് മുട്ടയ്ക്ക് ഇരിക്കുന്നതാണ്. ഇവിടെയൊക്കെ കുറേ വാഴയുണ്ട്. എവിടെ നോക്കിയാലും ഈ കരിമഞ്ഞളും കസ്തൂരി മഞ്ഞളും പറമ്പ് നിറയെ നട്ടു വെച്ചിട്ടുണ്ട്. കുറേ പുല്ല്, കൊക്കോ, ജാതിയൊക്കെ മേളിൽ അതൊക്കെ. ഇതായത് കണ്ടോ, ചാക്കിൽ കപ്പയിട്ടത് ചെയ്യാണ്ടില്ലേ. സമയക്കുറവ് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇത്ര മൂടുണ്ടോ, 8 മൂട് കപ്പയുണ്ടോ. ഇതാ കഴിഞ്ഞ ദിവസം നിറയെ ഓമയ്ക്കായുമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ച ഓമരം ഇന്നലെ പടന്നു പോയി. ഭയങ്കര കാറ്റായിരുന്ന സമയം. ഇതാണ് മുറ്റത്ത് നിൽക്കുന്ന ഓമരം. മുറ്റത്ത് കണ്ട കുറേ വാതിൽ ചെടിയുണ്ട്. മുറ്റത്ത് കൊണ്ടൊന്ന് പാത്ത് കണ്ടോ കണ്ടോ ചുവന്ന പോത കണ്ടോ. അങ്ങനെ ഇത്രയൊക്കെയാണ് മുറ്റവും പരിസരങ്ങളും ഒക്കെ ആയിട്ട് കാണിച്ചത്. കറ്റാർവാഴയൊക്കെ അതൊക്കെ സൂക്ഷിക്കാഞ്ഞത് കൊണ്ട് അതൊക്കെ പോയി.